നമസ്കാരം. നെളിയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പാലക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വ്യക്തമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് PDP ജില്ലാ നേതൃയോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് ചെയർമാൻ സിയാവുദ്ദീൻ തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി വെൽക്കം ടൂറിസ്റ്റ് ഹോം വെച്ചാണ് PDP ജില്ലാ ലീഡേഴ്സ് മീറ്റ് സംഘടിപ്പിച്ചത്. സംസ്ഥാന വൈസ് ചെയർമാൻ ഷിയാബുദ്ദീൻ തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സ്ഫോടനവും അതിന്റെ പിന്നാലെ നടന്ന റൈഡിൽ RSS പ്രവർത്തകരുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഫോടന വസ്തുക്കളെക്കുറിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. ശക്തമായ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറ്റിയെടുക്കാൻ എന്റെ മുന്നിലുള്ള ഈ ഡെലിഗേറ്റുകൾ, ഈ ജില്ലയിലെ പ്രതിനിധികൾ തീർച്ചയായിട്ടും നമ്മൾ ഈ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ശക്തമായ രൂപത്തിലുള്ള നമ്മുടെ സാന്നിധ്യം തെളിയിക്കുവാൻ വേണ്ട മുഴുവൻ പ്രവർത്തനങ്ങളിലും ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മുടെ പ്രവർത്തനം തീർച്ചയായിട്ടും ഒരിക്കലും ഒരു പാർട്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി പരാജയപ്പെടാനല്ലോ, ശക്തമായിട്ടുള്ള രൂപത്തിൽ മത്സരിച്ച് മറ്റുള്ള ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെ വഴികാട്ടിയായി നാം ഇപ്പോഴും പറയാറുന്നത് പോലെ തന്നെ ഇത് ഒരിക്കലും ഒരു കൊലപാതകത്തിന്റെ സൂചന നൽകുന്ന പാർട്ടിയല്ല, ഒരു അടിപിടി കേസിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ നാസർ വാജിനിയെ എന്തെല്ലാമോ പറഞ്ഞ് എന്തെല്ലാമോ ചെയ്തു. പക്ഷേ ഒരിക്കലും അദ്ദേഹത്തെ ഒരു കോടതി പോലും കേസിൽ അന്യായമായി തടങ്കലിൽ വയ്ക്കുക എന്നല്ലാതെ ഒരിക്കലും അദ്ദേഹത്തെ എന്ത് ചെയ്തില്ല, ഒരു കേസിലും ശിക്ഷിക്കപ്പെട്ടില്ല. ജില്ലാ പ്രസിഡന്റ് ഹിഷാം അലി അധ്യക്ഷനായി. സെക്രട്ടേറിയറ്റ് അംഗം മുത്തു മൗലവി മുഖ്യപ്രഭാഷണം നടത്തി. അബൂബക്കർ, ഷാഹുൽ ഷമീദ്, ഷംസുദ്ദീൻ, മസീഫ് ഹാജിയും, റഹ്മാൻ കുരുക്കൽ, സലീം കരിമ്പ, ആസിഫ്, മൊയ്തീൻ മാത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസും നടന്നു. TA മുജീബ് റഹ്മാൻ, നടയറ ജബ്ബാർ, വീരാൻകുട്ടി തുടങ്ങിയവർ ക്ലാസിന് നേതൃത്വം നൽകി. വരുന്ന പഞ്ചായത്ത് ത്രിതല തിരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകളിൽ മത്സരിക്കാൻ ജില്ലാ ലീഡേഴ്സ് മീറ്റ് തീരുമാനിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിനോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനം നടന്നു. ഞായറാഴ്ച രാവിലെ മാത്യൂസ് മോർ അന്തിമോസ് മെത്രാപ്പൊലീത്ത വിശുദ്ധ മൂന്നിന്മേൽ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പെരുന്നാൾ സന്ദേശം നൽകി. വൈദികരായ ഫാദർ ചാൾസ് മാത്യു, ഫാദർ യോഹന്നാൻ അറക്കമോളയിൽ, വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ എന്നിവർ സഹകാർമ്മികരായി. ശ്രാദ്ധ ഓർമ്മയുടെ ഭാഗമായി ധൂപപ്രാർത്ഥന നടത്തി. തുടർന്ന് പള്ളി സ്ഥാപിച്ച പരിശുദ്ധ യൂയാക്കിങ് മോർ കുർലോസ് ബാവയുടെ 151ാമത് ഓർമ്മയും ബസേലിയോസ് പൗലോസ് ദിദിയൻ ശ്രേഷ്ഠ കാതോലിക്ക ബാവയുടെ 29ാമത് ഓർമ്മയും വൈദികരായ ഫാദർ AM ജോബ്, ഫാദർ ജെയിംസ് ഡേവിഡ് എന്നിവരുടെ അനുസ്മരണം മാത്യൂസ് മോർ അന്തിമോസ് ഉദ്ഘാടനം ചെയ്തു. ശ്രേഷ്ഠ ആചാര്യന്മാരുടെ വിശ്വാസം, ആത്മീയ വളർച്ച, ജീവിത രീതികൾ എന്നിവയെല്ലാം വിശ്വാസികൾ മാതൃകയാക്കേണ്ടതാണെന്ന് മോർ അന്തിമോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. പെരുന്നാളിന്റെ ഭാഗമായി MPPM ജേക്കബൈറ്റ് സിറിയൻ ഓർത്തഡോക്സ് യൂത്ത് അസോസിയേഷൻ പുറത്തിറക്കിയ യൂണിഫോം മെത്രാപ്പൊലീത്ത യൂത്ത് സെക്രട്ടറി ചിനോയ്ക്ക് നൽകി വിതരണം ചെയ്തു. വികാരി ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ അധ്യക്ഷനായി. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, തൃശൂർ ഭദ്രാസന കൗൺസിൽ മെമ്പർ CU രാജൻ, തമ്പി കൊള്ളനൂർ, ജോസഫ് ചാലിശ്ശേരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രൊഫസർ CP ബാബു മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു. സ്നേഹവിരുന്നും ഉണ്ടായി. രാവിലെ പള്ളിയിലെത്തിയ സൺഡേ സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റായ മെത്രാപ്പൊലീത്തയെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. ഫാദർ ബിജു മുങ്ങാങ്കുന്നേൽ, CU ശലമോൻ, ടൈറ്റസ് ഡേവിഡ്, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭക്തസംഘടനാ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. പട്ടാമ്പിയിൽ ആംബുലൻസ് പൈലറ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷവും ആദരസദസ്സും സംഘടിപ്പിച്ചു. പട്ടാമ്പി പോലീസ് സബ് ഇൻസ്പെക്ടർ ഉദയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആംബുലൻസ് ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ പട്ടാമ്പി ആംബുലൻസ് പൈലറ്റ്സിന്റെ ആഭിമുഖ്യത്തിലാണ് ഓണാഘോഷവും ആദരസദസ്സും നടത്തിയത്. ജീവകാരുണ്യ മേഖലയിൽ നിസ്വാർത്ഥ സേവനം നടത്തുന്ന ഉദ്യോഗസ്ഥരെയും വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു. പട്ടാമ്പി കോളേജ് സ്റ്റോപ്പിന് സമീപം നടന്ന പരിപാടി പട്ടാമ്പി പോലീസ് സബ് ഇൻസ്പെക്ടർ ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജീവകാരുണ്യ സാന്ത്വന സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ആദരിച്ചു. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ, ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ, സാമൂഹ്യ പ്രവർത്തകരായ മിനി ദേവി എന്നിവരെയും പൊന്നാട അണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. ASI വിനോദ്, ഫയർ സ്റ്റേഷൻ ഓഫീസർ മുനവർ, കൂട്ടായ്മ ഭാരവാഹികളായ നൌഷാദ്, ഷമീം, നിഷാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഓണാഘോഷവും പായസ വിതരണവും ഉണ്ടായിരുന്നു.
പട്ടികജാതി ക്ഷേമ സമിതിയുടെ പട്ടാമ്പി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. മുൻ MP S അജയ്കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി രാജൻ സ്മാരകത്തിൽ വെച്ചാണ് പട്ടികജാതി ക്ഷേമ സമിതി പട്ടാമ്പി ഏരിയ കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S അജയ്കുമാർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അതിൻ്റെ പ്രതി സമ്മേളനം തന്നെ 2 ദിവസം നടക്കുന്നതാണ്. ഒരു ദിവസം കൊണ്ട് അത് നടത്തിയിരുന്നു. ജില്ലാ സമ്മേളനവും ഒരു ദിവസം കൊണ്ട് നടത്തിയിരുന്നു. ഏരിയ കൺവെൻഷൻ അതുപോലെ തന്നെ ഏതാണ്ടൊരു രാവിലെ 10:30 മണിക്ക് ആരംഭിച്ച് 3 മണി വരെ നിൽക്കണം എന്നാണ് നമ്മൾ ആലോചിച്ചത്. ഇവിടെ ഇപ്പോൾ ആരംഭിക്കാൻ തന്നെ 11 കാലാവുന്നു. അല്പം വൈകിട്ടാണ് പട്ടാമ്പി ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഏറെ സമയമെടുക്കാതെ ഉദ്ഘാടന പ്രസംഗം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള നേതാക്കൾ നിങ്ങളോട് സംസാരിക്കും. ആദ്യമായി നമ്മളുടെ ഈ പട്ടാമ്പി ഏരിയ സ്പെഷ്യൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തതായി സന്തോഷത്തോടു കൂടി ഞാൻ അറിയിക്കുന്നു. നമ്മുടെ സംസ്ഥാന സ്പെഷ്യൽ കൺവെൻഷൻ ഈ മാസം 26-ാം തീയതി തൃശ്ശൂരിൽ വെച്ചാണ് ചെയ്തത്. പാലക്കാട് ജില്ലാ കൺവെൻഷൻ 13-ാം തീയതി പാലക്കാട് വെച്ചും ചേരുകയാണ്. നമ്മുടെ ഈ കൺവെൻഷനുകളിൽ പ്രധാനമായും ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട സംഘടനാപരമായിട്ടുള്ള കാര്യം. ഏരിയ പ്രസിഡന്റ് AK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞുണ്ണി, ജില്ലാ ജോയിന്റ് സെക്രട്ടറി KP ശ്രീനിവാസൻ, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, P ഷൺമുഖൻ, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പൂരത്തിന് ആനയെ എഴുന്നള്ളിക്കാനുള്ള ഏക്കത്തുക ഉപയോഗിച്ച് പൂരാഘോഷ കമ്മിറ്റി നിർധന കുടുംബത്തിന് പുനർനിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടന്നു. ചാലിശ്ശേരിയിലെ നവയുഗ പൂരാഘോഷ കമ്മിറ്റിയാണ് തിരുവോണദിനത്തിൽ സ്നേഹത്തിന്റെ ഓണസമ്മാനമൊരുക്കിയത്. മുലയമ്പറമ്പത്തുകാവ് പൂരത്തിന് ഗജവീരൻ ചിറക്കൽ കാളിദാസിനെ എഴുന്നള്ളിക്കാൻ സ്വരൂപിച്ച 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ആലിക്കര വേങ്ങാട്ടുപറമ്പിൽ അജിതന്റെ കുടുംബത്തിന് വീട് പുതുക്കിപ്പണിതു നൽകിയത്. തിരുവോണനാളിൽ നടന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ സഹന മുജീബ് വീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. കൂലിപ്പണിയിലൂടെ കുടുംബം പോറ്റിയിരുന്ന അജിതൻ കഴിഞ്ഞ വർഷമാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചത്. 2 മാസത്തിനുശേഷം സെപ്റ്റംബറിൽ കുടുംബത്തിലെ മൂത്ത മകനും കുന്നംകുളം ബോയ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമായ അതുൽ കൃഷ്ണയും വാഹനാപകടത്തിൽ മരിച്ചതോടെ കുടുംബം പൂർണ്ണമായും തകർന്നുപോയി. അച്ഛനെയും മകനെയും നഷ്ടപ്പെട്ട കുടുംബത്തിന് കൈത്താങ്ങാകാൻ 40 അംഗങ്ങളുള്ള നവയുഗ പൂരാഘോഷ കമ്മിറ്റി ഇത്തവണ ആനയെ എഴുന്നള്ളിക്കാനുള്ള തീരുമാനം മാറ്റുകയായിരുന്നു. ചിറക്കൽ കാളിദാസിന് 20,000 രൂപ അഡ്വാൻസ് നൽകി ഏക്കം ഉറപ്പിച്ചിരുന്നുവെങ്കിലും ആവശ്യകത പറഞ്ഞപ്പോൾ ഉടമ മധു വൈമനസ്യമില്ലാതെ തുക തിരികെ നൽകി. 700 ചതുരശ്ര അടിയുള്ള വീടിന്റെ ടൈൽ, തേപ്പ്, ജനൽ, വാതിൽ, ശുചിമുറി, പെയിന്റിംഗ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് തുടങ്ങി എല്ലാ സൗകര്യങ്ങളുമൊത്ത് മനോഹരമായി പണി കഴിപ്പിച്ചാണ് കുടുംബത്തിന് കൈമാറിയത്. ചടങ്ങിൽ കുന്നംകുളം ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി മകൾ അൻസിയയ്ക്ക് LED TV കൈമാറി. നവയുഗയുടെ ഉദ്യമത്തോടൊപ്പം ചേർന്ന് 1 ലക്ഷം രൂപ നൽകിയ ഷെയർ ആൻഡ് കെയർ, മറ്റ് സഹായങ്ങൾ നൽകിയ കല്ലുംപുറം സൂര്യപുത്ര പൂരാഘോഷ കമ്മിറ്റി, അവിട്ടം ഗ്രൂപ്പ്, ആനയുടമ മധു, കോൺട്രാക്ടർ ധനുഷ് എന്നിവരെ ആദരിച്ചു. മോഹനൻ വെളിയത്തടം, സുഷി ആലിക്കര, ഉമർ ആലിക്കര, ലബീബ് ഹസൻ എന്നിവർ സംസാരിച്ചു. നവയുഗ കമ്മിറ്റി, ഷെയർ ആൻഡ് കെയർ എന്നിവയിലെ അംഗങ്ങളും പ്രദേശവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. പിന്നെ പറയേണ്ട കാര്യമില്ല, നവയുഗ നമ്മുടെയാണ് അല്ലേ. നമ്മുടെ നവയുഗ ഇങ്ങനൊരു പൂരാഘോഷം മാറ്റി വെച്ചിട്ട് ഇതിനായിട്ട് ഒരുങ്ങിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടായത്, എല്ലാവരും അറിഞ്ഞത്. അപ്പോ നവയുഗയ്ക്ക് ഞാൻ നന്ദി പറയുന്നില്ല. നവയുഗ നമ്മുടെ സ്വന്തം നവയുഗയ്ക്ക് ഇനിയും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഈ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയ്ക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്രനടയിൽ തിരുവോണനാളിലെ തിരുവാതിരക്കളിയും പഞ്ചാരിമേളവും ഭക്തജനങ്ങൾക്ക് ആവേശമായി. ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് 3ാമത് ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. വെള്ളിയാഴ്ച നടപ്പുരയിൽ വലിയ പൂക്കളമൊരുക്കി രാവിലെ 7-ന് ദീപം തെളിയിച്ച ശേഷം പട്ടിശ്ശേരി പിഷാരത്ത് സത്യഭാമ പിഷാരസ്യാരുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറെ പട്ടിശ്ശേരി കൃഷ്ണകൃപ കൈക്കൊട്ടിക്കളി സംഘമാണ് തിരുവാതിരക്കളി നടത്തിയത്. തുടർന്ന് വെള്ളുത്തിരുത്തി പ്രഭാകരൻ നായരുടെ നേതൃത്വത്തിൽ 51 പേരുടെ പഞ്ചാരിമേളവും അരങ്ങേറി. തിരുവാതിരക്കളി ടീമംഗങ്ങളെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. നിരവധി ജനങ്ങൾ പങ്കെടുത്തു.
കണ്ണീർക്കോട് ഹെൽത്ത് സെന്റർ ചങ്ങാതിക്കൂട്ടം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. 50 പേരുടെ തിരുവാതിരക്കളി തുടങ്ങി കലാപരിപാടികൾ അരങ്ങേറി. മറ്റ് മത്സരങ്ങളും നടത്തി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സെക്രട്ടറി രവി, പ്രസിഡന്റ് ഷാജി, ജോയിന്റ് സെക്രട്ടറി രതീഷ്, വൈസ് പ്രസിഡന്റ് ജീവൻ, ട്രഷറർ ദീപു ജയേഷ് എന്നിവർ നേതൃത്വം നൽകി. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന ശ്രദ്ധ പദ്ധതിയുടെ ഭാഗമായി സൗജന്യ എൻട്രൻസ് ഫൗണ്ടേഷൻ കോഴ്സ് നടത്തുന്നു. SSLC +1, +2 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണെന്ന് മുഹമ്മദ് മോഹസിൻ MLA അറിയിച്ചു. 2 മാസം നീണ്ടുനിൽക്കുന്ന സൗജന്യ എൻട്രൻസ് സെറ്റ് ശ്രദ്ധ എന്ന പേരിൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ കോഴ്സുകളാണ് നടത്തുന്നതെന്നും MLA പറഞ്ഞു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. പട്ടാമ്പി നിയമസഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ മുന്നേറ്റമായിട്ടുള്ള ശ്രദ്ധയുടെ നേതൃത്വത്തിൽ ഫ്രീ എൻട്രൻസ് കോച്ചിങ് നടപ്പിലാക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മെഡിക്കൽ അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ആണ് നടപ്പിലാക്കുന്നത്. നിലവിൽ 10ാം ക്ലാസ് പഠിക്കുന്നവർക്കും അതുപോലെ തന്നെ +1, +2 സയൻസ് ഗ്രൂപ്പ് പഠിക്കുന്നവർക്കുമാണ് ഈ ഫ്രീ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഫൗണ്ടേഷൻ കോഴ്സ് പങ്കെടുക്കാൻ കഴിയുക. ആദ്യഘട്ടത്തിൽ മിനിമം അവർ പഠിച്ചിരിക്കേണ്ട ഫൗണ്ടേഷൻ കോഴ്സാണ് നമ്മൾ നൽകുന്നത്. തീർച്ചയായിട്ടും അടുത്ത ഘട്ടത്തിൽ നമുക്ക് സിവിൽ സർവീസ് അടക്കമുള്ള വിവിധ മേഖലകളിലുള്ള കോമേഴ്സ് മേഖലകളിലുള്ള പ്രോഗ്രാമുകളെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധയുടെ കീഴിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ മെഡിക്കലും അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനും താല്പര്യമുള്ള കുട്ടികളാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. സെപ്റ്റംബർ 10-ാം തീയതിയാണ് അവസാന ഡേറ്റ്. അതിനു മുമ്പ് shraddha.online.org എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കുക. 13-ാം തീയതി മുതലാണ് ഇതിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.